നടൻ ബാലയ്ക്കെതിരെ അമൃത സുരേഷിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നാണ് പരാതി. നേരത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മകളുമായി ബന്ധപ്പെട്ടടക്കം ബാല നടത്തിയ പരാമർശങ്ങൾ അറസ്റ്റിന് കാരണമാകുകയായിരുന്നു. ബാലയുടെ മാനേജർ രാജേഷ്, സുഹൃത്ത് അനന്തുകൃഷ്ണൻ എന്നിവരും കേസിലെ പ്രതികളായിരുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടെന്നും പരാതിയുണ്ട്. കരാറിന്റെ 5-ാം പേജ് വ്യാജമായുണ്ടാക്കി മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു. പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിക്കുകയും ഇൻഷുറൻസ് തുക പിൻവലിക്കുകയും ചെയ്തു. ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം രൂപ പിൻവലിച്ചു. വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലയ്ക്കെതിരെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം വർഷങ്ങളായി ബാലയും അമൃതയും തമ്മിലുള്ള തർക്കം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇരുവരുടെയും മകൾ സമൂഹ മാധ്യമത്തിൽ പങ്കിട്ട വീഡിയോയാണ് ആദ്യം തർക്കങ്ങൾക്ക് വഴിവെച്ചത്. ബാലയെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ലെന്നായിരുന്നു മകൾ പറഞ്ഞത്. കൂടാതെ തന്റെ അമ്മയെ ബാല ഉപദ്രവിച്ചിരുന്നുവെന്നും മകൾ തുറന്നു പറഞ്ഞിരുന്നു. പിന്നാലെ കുഞ്ഞിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ഉയർന്നു. പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ബാലയും പ്രതികരണങ്ങൾ അറിയിച്ചു. തുടർന്ന് ബാലയ്ക്കെതിരെ അമൃതയും രംഗത്തെത്തി. ഈ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വർഷം ബാലയുടെ അറസ്റ്റിലേക്ക് പോലും എത്തിയത്. അതേസമയം റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെട്ട ബാലയും അമൃതയും 2010-ലാണ് വിവാഹിതരായത്. പിന്നീട് 2019-ൽ വിവാഹമോചനം നേടുകയും ചെയ്തു.